Ipo clear hai sound? Okay. Okay, fine. Yes. Okay. So we'll start the subject. Okay. Right. Okay. So subject is MET 201 mechanics of solids. MET 201 mechanics of solids. Okay. So we'll be starting with our second module, which is module 2. Right. Module 2. Okay. Right. So, so നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ തുടങ്ങാം. ഓക്കെ. സോ ടെൽ മീ വാട്ട് ഈസ് പ്രഷർ? ഓക്കെ. സോ വാട്ട് എക്സാക്ട്ലി ഈസ് പ്രഷർ? എന്താണ് പ്രഷർ? ആ, ഫോഴ്സ് പെർ എന്ന് വെച്ചാൽ പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലെ. സി ഇറ്റ് ഇസ് ആക്ച്വലി ഇവിടെ നമുക്ക് ചെറിയൊരു കറക്ഷൻ വരുത്തണം. പ്രഷർ ഈസ് ആക്ച്വലി അപ്ലൈഡ് ഫോഴ്സ് ആണ്. ഓക്കെ. അപ്ലൈഡ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടേബിള് നമ്മൾ തള്ളാണെന്ന് വിചാരിക്കാം. ഓക്കെ. സോ ഞാൻ ആ കൊടുക്കുന്ന ഫോഴ്സ് വിച്ച് ഇസ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ, അവിടെ ഒരു അപ്ലൈഡ് ഫോഴ്സ് ആണ്. ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്ന അത് അങ്ങനെയാണ് അവിടെ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് സ്ട്രെസ്? അങ്ങനെയാണെങ്കിൽ എന്താണ് സ്ട്രെസ്? വാട്ട് ഡു യു തിങ്ക് ഈസ് സ്ട്രെസ്? കേട്ടിട്ടുണ്ടാവും മെക്കാനിക്സിലൊക്കെ സ്ട്രെസ് എന്ന് പറഞ്ഞ ടേം നിങ്ങൾ പലപ്പോഴും കേട്ട് കാണേണ്ടതാണ് അല്ലെ. എന്താണ് സ്ട്രെസ്? ജനറൽ ആയിട്ട് നമുക്ക് സ്ട്രെസ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? യെസ്, anyone? കേട്ടിട്ടില്ലേ സ്ട്രെസ് എന്നുള്ള ടേം? ഇല്ല, കേട്ടിട്ടുണ്ട്. എന്തായിരിക്കും സ്ട്രെസ്? ടെൻഷൻ ടെൻഷൻ. ഒന്നുകൂടെ ക്ലിയർ ആക്കിയേ നവീത്. ഒന്നുകൂടെ റിഫൈൻ ചെയ്ത് എങ്ങനെ പറയാം? ഫിസിക്കൽ ആയിട്ടുള്ള എങ്ങനെ ഫിസിക്കൽ ആയിട്ടുള്ള ടെൻഷൻ. നോ നോ നോ. സോ സ്ട്രെസ്, okay, so നമുക്ക് ഫ്രഷ് ആയിട്ട് പറയാം. സോ സ്ട്രെസ് ഈസ് ആക്ച്വലി the reactive force acting per unit area. A reactive force acting per unit area is the stress. Okay. So reactive force എന്ന് പറയാം. Otherwise it is also called internal forces acting per unit area. Okay. So we'll refine this concept as we go further, right? As we move to your module 1. Okay. സോ മൊഡ്യൂൾ 1 ഞാൻ പറഞ്ഞത് അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ വരുന്ന ടോപ്പിക്കാണ്, റൈറ്റ്? സോ അതിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറേ കൂടെ ഒന്ന് റിഫൈൻ ചെയ്യും. കുറച്ചുകൂടെ ഹയർ ലെവലിൽ എങ്ങനെയാണ് സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്യുക എന്ന് മനസ്സിലാക്കാം. ഓക്കെ. സോ ഫോർ ദ ടൈം ബീങ് just understand that it is actually stress is actually the reactive force. Okay, reactive force or the internal force that is acting for unit area. This term is very important. It is a reactive force. When it comes to pressure, it is actually applied force. Okay. സോ നമ്മളൊരു ബോഡീനെ പിടിച്ച് വലിക്കുന്ന സമയത്ത് ആ ബോഡി റെസിസ്റ്റ് ചെയ്യും അതിന്, അല്ലെ? സോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വാളിനെ നമ്മൾ തള്ളുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ടേബിളിനെ തള്ളുന്നു. ഓക്കെ. ഇത് ചെയ്യുന്ന സമയത്ത് ദ ടെൻഡൻസി ഓഫ് ദ ബോഡി അത് എന്താണ്? ഇനേർഷ്യ ആണ്, അല്ലെ? ദ ടെൻഡൻസി ഓഫ് ബോഡി ടു സ്റ്റേ ഇൻ ഇറ്റ്സ് നോർമൽ കണ്ടീഷൻ, റൈറ്റ്? സോ ദ ബോഡി വിൽ എക്സേർട്ട് എ റിയാക്റ്റീവ് ഫോഴ്സ്, അല്ലെ? ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് തന്നെ എഫക്ട് ചെയ്യും. നമ്മള് ഒരു വളരെ സിമ്പിൾ, നമ്മളൊരു കയ്യിലൊരു ബ്രെഡ് പിടിച്ചിട്ട് ബ്രെഡിനെ രണ്ട് സൈഡിൽ നിന്ന് പിടിച്ച് വലിച്ച് പൊട്ടിക്കാൻ നോക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം ഫോഴ്സ് കൊടുത്താലേ അത് പൊട്ടുള്ളൂ, അല്ലെ? കാരണം എന്താ? അത് ഒരു ബ്രെഡിന്റെ പീസ് ആണെങ്കിൽ പോലും ഇറ്റ് ഇസ് എക്സേർട്ടിങ് ആൻ ഓപ്പോസിറ്റ് ഫോഴ്സ്. അതെന്താ? അത് പൊട്ടാതിരിക്കാനുള്ള ഒരു ശ്രമമാണ്. ഇനി നമ്മളിപ്പം ഒരാൾ നമ്മുടെ കൈ പിടിച്ച് വലിക്കുന്നു, ഓക്കെ. സോ നമ്മുടെ ടെൻഡൻസി എന്താണ്? നമ്മൾ തന്നെ ആ ഫോഴ്സിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാനാണ് നമ്മുടെ ടെൻഡൻസി വരിക, റൈറ്റ്? സോ ഈ റെസിസ്റ്റീവ് ഫോഴ്സ്, മെറ്റീരിയലിന്റെ ഇന്റേണലി ആക്ട് ചെയ്യുന്ന ഈ റെസിസ്റ്റീവ് ഫോഴ്സ് that is acting per unit area is actually your stress. Okay. Now when it comes to a simple body, okay, so let us take a very simple body. For example, let us consider a bar. Okay, so consider
a simple bar, something like this. Okay, or circular bar na namukku consider ചെയ്യാം. Okay, so for a circular bar, let this be the centroidal axis. Okay, so അതിന്റെ for a circular bar, if suppose I am applying a force, okay, a force F, okay, and similarly, രണ്ടാമത്തെ എൻഡ് നമുക്ക് ഫിക്സ്ഡ് ആണെന്ന് assume ചെയ്യാം. Okay, so assuming that this end is fixed and one end is free, okay, and the force F is acting at this point, okay, and the cross sectional area of this one, let it be A. Okay, cross sectional area is a circular area ആയിരിക്കും. ഇതിന്റെ cross sectional area, right, ഇതാണ് ഇതിന്റെ cross sectional area. So if this is the condition, then for this condition, see ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, when the force is acting, so this is important, when the force is acting along the centroidal axis, okay, along the centroidal axis, okay, so in that case your stress will be equal to, stress which is represented by the term sigma will be equal to the reactive, the force, കാരണം ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് ആണ് എഫ്, പക്ഷെ നമുക്കറിയാം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്റ്റീവ് ഫോഴ്സ് തന്നെ ഉണ്ടാവുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഇതേ സെയിം ഫോഴ്സ് എഫ് തന്നെയാണ് ആക്ട് ചെയ്യുക. സോ ഇറ്റ് ഇസ് ആക്ച്വലി ഈക്വൽ ടു ഫോഴ്സ് ബൈ ദ ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, സോ നമ്മളിവിടെ കൊടുക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളിവിടെ കൊടുക്കുന്നത് അപ്ലൈഡ് ഫോഴ്സ് തന്നെയല്ലേ, അല്ല, പക്ഷെ നമ്മൾ എടുക്കുന്നത് എന്താ, അപ്ലൈഡ് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ അത് മെറ്റീരിയലിന്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് റിയാക്റ്റീവ് ആയിട്ട് വരുന്നത് സെയിം എഫ് തന്നെ വരുന്നതുകൊണ്ടാണ് നമ്മൾ എഫ് തന്നെ എടുക്കുന്നത്. ഓക്കെ, for the stress sigma is F by A. Okay, ക്ലിയർ ആണോ ഇത്? ഇന്റേണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇതേ ഡയറക്ഷനിലായിരിക്കും. ഇന്റേണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ സൈന് മാറൂലേ? ഇല്ല, ഞാനിപ്പോ ഇവിടെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്, സ്ട്രെസ്സിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മളിവിടെ നോക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് സൈന്റെയും ഒക്കെ കാര്യങ്ങൾ നോക്കി ഡീറ്റെയിൽഡ് ആയിട്ട് സ്ട്രെസ് നമുക്ക് ഒന്നുകൂടെ കീറി മുറിക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങളിലേക്ക് പോകും. ഓക്കെ, സോ തൽക്കാലം കോൺസെപ്റ്റ് വൈസ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. പക്ഷെ നമുക്ക് സ്ട്രെസ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ബേസ് ചെയ്ത് നമ്മൾ ഈ ഒരു കേസിൽ എല്ലാം നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഗുഡ്, ഫൈൻ. ഓക്കെ, നൗ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും, സ്ട്രെസ്സിന്റെ യൂണിറ്റ്? കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. Newton per meter square, right, or it is also called എന്താണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ? നമുക്ക് എന്ത് പറയാം, വേറൊരു പേരും കൂടെ ഉണ്ടല്ലോ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പാസ്കൽ. എന്തായിരുന്നു? പാസ്കൽ അല്ലേ? പാസ്കൽ, yes, exactly, അല്ലേ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ is പാസ്കൽ. Okay, right, so the unit of stress is Newton per meter square. SI unit is Newton per meter square, or it is also called Pascal. Fine. Now just tell me, നമ്മൾ നോർമൽ കേസുകളിൽ നമുക്ക് അനലൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡയമെൻഷൻസ് വിൽ ബി ഇൻ mm. ഓക്കെ, മില്ലിമീറ്റേഴ്സിലാണ് നമ്മളെല്ലാ ഡയമെൻഷൻസ് എടുക്കുക. സോ ജസ്റ്റ് ടെൽ മീ 1 Newton per mm square will be equal to how much Newton per meter square? ഒന്ന് ചെയ്ത് നോക്കി. 1 Newton per mm square will be equal to dash Newton per meter square. And this is a very, very, very important relationship. Okay, എത്ര വരാം? എത്ര? എത്രയായിരുന്നു? യെസ്, എത്രയാണ്? Ten raised to 6, exactly, right. 10 raised to 6 Newton per meter square ആണ്. 10 raised to 6 നെ നമ്മൾ വേറൊരു ടേം പറയാറുണ്ടല്ലോ, എന്താണ് 10 raised to 6? മൈക്രോ അല്ല, മൈക്രോ അല്ല, മൈക്രോ 10 raised to -6 ആണ്.
അപ്പോ ആ 9. ഏ എന്തായിരുന്നു? മൈക്രോ അല്ല, ഇപ്പൊ എന്തായിരിക്കും? മെഗാ. Yes, exactly right. It is megapascal. Okay, so 1 Newton per mm square is actually equal to 1 megapascal അല്ലെങ്കിൽ mega Newton per mm meter square അല്ലെങ്കിൽ you can also call it as 1 megapascal. Okay, so 1 Newton per mm square is equal to 1 megapascal. So this is a very, very, very important relationship which we will be using from here onwards. Okay. സോ നമ്മൾ എല്ലാ കാൽക്കുലേഷനിലും നിങ്ങൾ ഒരു കാൽക്കുലേഷനിലും ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി അങ്ങോട്ട് ഒരു എം എമ്മിലുള്ള സാധനത്തിന് നിങ്ങൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെല്ലാം എം എമ്മിൽ തന്നെ വെക്കുക, ന്യൂട്ടണിലേക്ക് ആക്കുക. ന്യൂട്ടൺ എം എമ്മിൽ തന്നെ എല്ലാ കാൽക്കുലേഷൻ ചെയ്യുക. ഫൈനലി because 1 Newton per mm square is actually equal to 1 megapascal, that is into 10 to the power 6 Newton per meter square ആണ്. Correct. So this is very important. Please make a note of this one. Okay. Correct. Clear അല്ലേ? Okay. Okay, so now, so to get a taste of this one, ഞാൻ ഒരു സിമ്പിൾ ഒരു പ്രോബ്ലം തരാം. ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്യണം. ഓക്കെ, എഴുതിക്കോ. Find the stress. Find the stress acting on the bars given below. Okay, so first case, circular bar with diameter 6 mm subjected to a load of 10 kilonewton. 10 kilonewton. Circular bar with diameter 6 mm subjected to a load of 10 kilonewton. And the second case, a rectangular bar of base 10 mm and height 5 mm subjected to a load of 5 kilonewton. ഓക്കെ, ചെയ്തോ. ഈ പറഞ്ഞ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ കാണുന്നില്ല അല്ലേ? ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ? ഓക്കെ, ഒന്ന് ചെയ്തോ, പെട്ടെന്ന് ചെയ്തോ. 2 മിനിറ്റ് വരെ. And always keep your calculator with you.
കിട്ടിയോ? Secondly, 100 megapascal. നമുക്ക് ചെക്ക് ചെയ്യാം. ആൻസർ ഫൈനൽ ആൻസർ ഒക്കെ ചെക്ക് ചെയ്യാം. ഒരു സെക്കൻഡ്. ഓക്കെ, സോറി. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ? എത്ര കിട്ടിയേ? ഫസ്റ്റ് വൺ എത്ര കിട്ടിയേ? ആൻസർ പറഞ്ഞോ. സിഗ്മ ആൻസർ എത്ര കിട്ടിയേ? നമുക്ക് ചെക്ക് ചെയ്യാം. 353.85. 353.85 megapascal. തെറ്റാണെന്ന് അറിയില്ല. നോക്കാം. സെക്കൻഡ് വൺ എത്ര കിട്ടിയേ? സെക്കൻഡ് 100 megapascal. 100 megapascal. Okay, right. So we'll solve the first one. Okay, so first one, you have given a circular bar, okay, with diameter 6 mm subjected to a load of 10 kilonewton, right? So the circular bar ആണ്. So a simple circular bar എങ്ങനെയാണെന്ന് നോക്കാം. So something like this. You have a circular bar, okay, and it is subjected to a force of 10 kilonewton. Okay, so we'll be representing this one in this form. Okay, so both side 10 kilonewton. അതാണെങ്കിൽ ഒരു സൈഡ് ഫിക്സ്ഡ് ആണെന്നാണ് ഇത് കാണിക്കുന്നത് അല്ലെ? രണ്ട് സൈഡിൽ വെച്ചാൽ ഒരു ഫോഴ്സ് കൊടുത്തു, അതിന്റെ റിയാക്റ്റീവ് ഫോഴ്സ് ആണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത്. Okay, and the diameter of this one is actually 6 mm. B is equal to 6 mm. Fine. Okay, so therefore the stress acting on this one, sigma is equal to force by cross sectional area, which is A. So this is equal to force is actually 10 kilonewton. 10 into 10 to the power 3 അല്ല kilonewton ആണ്. ഞാൻ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തു, which is 10 into 10 to the power 3 divided by cross sectional area, which is pi by 4 into diameter, which is 6 square. Okay, ഞാൻ mm ൽ തന്നെയാണ് വെക്കുന്നത്, no change. Okay, so directly upon solving this one, you will get it as 4 into 10 into 10 to the power 3 divided by pi into 6 square. Okay, you can solve this one and find the answer. Then let's see the step in the issues. അല്ല, ഞാൻ pi r square കൊടുത്തെ. Pi circular pi r square. Okay, കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഡയമീറ്റർ എത്ര ആയിരിക്കും? അല്ല സോറി, അപ്പോൾ 3 mm എടുക്കണം. pi into 3. Okay, upon substituting you will get the answer. Answer check ചെയ്ത് നോക്കിയാൽ മതി. Okay, so ഇതാണ് സ്റ്റെപ്പ്. അത് കറക്റ്റ് ആയിട്ട് നോക്കുക. 4 into 10 into 10 to the power 3 divided by pi into 6 square. Okay, so ഈ pi r square എടുക്കുന്നതിനേക്കാളും നല്ലത് കറക്റ്റ് ആണ്, പക്ഷെ pi by 4 d square എടുത്തിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ, അതിൽ ഒന്ന് ശീലിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമ്മൾ ഇനി അങ്ങോട്ടുള്ള എല്ലാത്തിലും ഡയമീറ്ററിൽ തന്നെ ആയിരിക്കും മോസ്റ്റ് കേസിൽ നമുക്ക് വരുന്ന വാല്യൂസ് ഉണ്ടാവും. Okay. Okay, sir. Fine. Okay, so now moving to the second question, which is you are given a rectangular bar. Okay, so the cross section is different. A rectangular bar of width 10 mm and height 5 mm subjected to a load of 5 kilonewton. Okay, so the system will be something like this. Okay, so something like this. Okay, so something like this, and your width is actually 10 mm and the height is 5 mm, and the force applied is 5 kilonewton. 5 kilonewton is the force applied. So here again your stress acting sigma is again F by A, and force F is given is 5 kilonewton, that is 5 into 10 to the power 3 Newton divided by force is actually cross section divided by the cross sectional area. But a rectangular cross sectional area ആണ്. അപ്പോൾ ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത്. So therefore it is actually 10 into 5. Okay, on solving this one, എത്ര കിട്ടും? 5 പോയി 100 അല്ല വന്നല്ലേ? Yes, exactly 100 megapascal is the answer. Clear? Right. Clear ആണോ എല്ലാവർക്കും? Any issues? Yes, sir. Anyone? ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ക്ലിയർ ആണോ? clear sir. Okay, so ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ്, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. Okay, now your stress can be classified into different types, okay, according to the way in which force is acting. Okay, so you can classify the stress as
Okay, you can classify stress can be classified as direct stress and indirect stress. I'll note here, direct stress and indirect stress. Okay. Now, so എന്താണ് ഡയറക്റ്റ് സ്ട്രെസ് എന്താണ് ഇൻഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അല്ലേ സോ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി സ്ട്രെസ് ഡെവലപ്ഡ് ഡ്യൂ ടു ഫോഴ്സ് അപ്ലൈഡ് which is parallel or collinear to the axis of component. Okay, so I'll just make a note of this one. I'll explain. So it is actually the stress developed due to force applied parallel or collinear to the axis of the component. Of the component. Okay. ഇതെങ്ങനെ വരുന്നു ഞാൻ പറയാം. So for that, let us consider a rectangular object. Okay, something like this. Okay, let us consider a rectangular body, something like this. Sorry. Okay, a rectangular body, something like this. Okay, let the centroidal axis be this one. Okay, right now, if the force is applied, so this is your axis. Okay, so we terms again stress developed due to force applied parallel. So one of the important term is this one, parallel, and the second one is actually your collinear to the axis of the component. Okay, axis of the component. So this is your axis. Okay, now if the force is acting collinear to the axis, that means along the axis. Okay, so if the force is acting along the axis, so this is one of the axis. So if the force is acting along the axis, something like this, and this way my F1. Okay, so if the force is acting along the axis, then this is a type of direct stress. Okay, ഈ ഫോഴ്സിന്റെ രണ്ട് തരത്തിൽ ഇപ്പൊ ഇത് മാത്രമല്ല ആക്സിസ്, എനിക്ക് ഇവിടെ ഒരു വെർട്ടിക്കൽ ആക്സിസും കൂടെ ഉണ്ട് അല്ലെ. ഇത് ഇത്തരത്തിലൊരു ബോഡിയാണ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട്. നോ if the force is acting along this vertical axis also, it can be considered as a direct stress. Okay, so ഏത് ആക്സിസ് ആയാലും 3-dimensional ബോഡി ആയതുകൊണ്ട് ഇത് മൂന്നാമത്തെ ഒരു ആക്സിസ് ഉണ്ട്, അതിലൂടെ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു കൻ കൺസിഡർ ഇറ്റ് ആസ് എ ഡയറക്റ്റ് സ്ട്രെസ്. ഓക്കെ, ഇനി ഇവിടെ തന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഒബ്ജക്റ്റിന്റെ കേസിൽ ഒന്ന് ഇതേപോലെ ടെൻസൈൽ ആയിട്ട് ആക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതാണ് എന്റെ ഒബ്ജക്റ്റ് എങ്കിൽ force can act as something like this, okay, in this tensile way, or the force can act in this fashion, എങ്ങനെ opposing fashion ൽ വേണമെങ്കിലും ആക്ട് ചെയ്യും. Okay, now so this if the force is acting collinear, then there are two possibilities. One is tensile stress. Okay, ഇതുകൊണ്ടുണ്ടാകുന്ന tensile force കൊണ്ടുണ്ടാകുന്ന stress, it is called a tensile stress, and the second one is actually your compressive stress. Okay, and both are coming under direct stress. Okay, so വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന എന്താണ്, കൊളീനിയർ ആയിട്ടാണ്. നമ്മളിവിടെ കൊളീനിയർ എന്ന് വെച്ചാൽ ആക്സിസിന് കൊളീനിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് എ ടൈപ്പ് ഓഫ് ഡയറക്റ്റ് സ്ട്രെസ്. അതിൽ തന്നെ രണ്ട് തരത്തിൽ നമുക്ക് ഫോഴ്സ് ആക്ട് ചെയ്യാം. ഒന്ന് പിടിച്ച് വലിക്കാം അല്ലെ, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനൊക്കെ പിടിച്ച് വലിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ലെങ്ത് കൂടുന്ന ഒരു അവസ്ഥയാണ് വരുന്നതെങ്കിൽ then it comes under tensile stress. അതേപോലെ നേരെ തിരിച്ച് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ആക്സിസിലൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ that comes under compressive stress. ഓക്കെ, ക്ലിയർ ആണോ? Yes, sir. Yes, okay. Now, so second category is actually എന്താ പറഞ്ഞത്, parallel to the surface ആണെങ്കിൽ അല്ലെ, parallel to the surface, parallel to the axis. Okay, ഇതാണ് എന്റെ ആക്സിസ്. നമുക്ക് ഈ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യാം.
Now, if the force is acting parallel to the surface in the sense, if the force is acting something like this, okay, parallel to the surface, ഇത്തരത്തിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ then that can also be considered as direct stress, and that stress is actually called shear stress. Okay, so if the force is acting, if the force is acting parallel to the surface, ഇതാണ് parallel, സർഫസിന് പാരലൽ ആയിട്ട് ഇതാണ് ഫോഴ്സ് എങ്കിൽ, ഓക്കെ, ഇതാണ് ഫോഴ്സ് എങ്കിൽ പാരലൽ ടു ദ സർഫസ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത്തരം ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന സ്ട്രെസ്സിനാണ് നമ്മൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ ഷിയറിംഗ് ആണ് നടക്കുക. ഷിയറിംഗ് ആ വേർഡ് മീനിങ് തന്നെ അങ്ങ് ചെത്തിപ്പോവും അല്ലെ. സർഫസിന്റെ മുകളിലൂടെ നമ്മൾ അങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഷിയർ ആ സർഫസിന്റെ പാരലായിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതറിയാം, ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്താൽ ഇത് എങ്ങനെയാണ് ഇത് ഡീഫോം ആവാൻ നോക്കിയാൽ ഇത്തരത്തിലാണ് വരിക. കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇത്തരത്തിലൊരു ഡീഫോർമേഷൻ ഉണ്ടാവും അല്ലെ. ഇവിടെ ഉണ്ടാകുന്ന ഒരു ഷിയറിംഗ് ആണ്, ഓരോ ലെയേഴ്സ് തമ്മിൽ ഷിയറിംഗ് ആക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്, റൈറ്റ്. So this type of stress is actually shearing stress. To give you a better idea, so നമുക്കൊരു ത്രീ ഡയമെൻഷൻ ആയിട്ട് തന്നെ വരക്കാം. ഇത്തരത്തിലാണ് വരുന്നതെങ്കിൽ, ഓക്കെ, സോ ഇത്തരത്തിലുള്ള സർഫസ് ആണെങ്കിൽ, സോ ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ്, ഇത്തരത്തിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുക, ആൻഡ് ഇതിന്റെ സർഫസിന്റെ മുകളിലൂടെ അല്ലെ ഇത്തരത്തിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുക, ആൻഡ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഷിയറിംഗ് ഏരിയ ആണ്, വിച്ച് ഇസ് ദിസ് സർഫസ് ഏരിയ. ഓക്കെ, ഇതാണ് അവിടുത്തെ ഏരിയ. എവിടെയാണോ ഷിയറിംഗ് സംഭവിക്കുന്നത്, ഏത് ഏരിയയിലാണോ ഷിയറിംഗ് സംഭവിക്കുന്നത് ആ ഏരിയ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ ഷിയറിംഗ് ഏരിയ. ഓക്കെ, ദിസ് റീജിയൻ ഇസ് ദ ഷിയറിംഗ് ഏരിയ. Okay, now for the shearing stress, which is actually represented by the letter tau. Okay, so for this case, your tau is actually shearing force by cross section. This area, shearing area, the shear force by shearing area. Area, clear? Clear അല്ലേ? Any issues? Anyone ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ പറയാം, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും പറയാം. യെസ്, ക്ലിയർ അല്ലേ രാകേഷ്? Yes, sir. Yes, others? Any Sir, issues? clear. No, sir. Sure. Okay, right. Okay, so ഒരു quick summary ഇതിന്റെ കേസ് തന്നെ പറയാം. So we have seen that stress can be classified into two types, right? Stress, basic stress. Stress എന്ന് പറഞ്ഞാൽ it is actually നമ്മൾ പറഞ്ഞത് it is actually the reactive force which is acting per unit area ആണ്. ജനറൽ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, റൈറ്റ്. നോ, അതിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. അതിൽ ഡയറക്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്യാന്ന് മനസ്സിലാക്കി അല്ലെ. എപ്പോഴാണ് എങ്ങനെ ഡിഫൈൻ ചെയ്യുക? when the force is acting parallel to the axis, അല്ലെങ്കിൽ with respect to axis of the component ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. if the force is acting parallel to the axis or if the force is acting collinear to the axis, okay, then such types of forces, such type of stresses are called, then the stress generated by such type of forces is called direct stress. Okay, now അതിൽ തന്നെ ഞാൻ പറഞ്ഞു ഡിഫറെന്റ് ആക്സിസ് ഉണ്ട്. ഒരു ത്രീ ഡയമെൻഷൻ ബോഡി ആണെങ്കിൽ ഡിഫറെന്റ് ആക്സിസ് ഉണ്ട്. അതിൽ ഏത് ഡയറക്ഷനിലൂടെ കൊളീനിയർ ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്താലും ദാറ്റ് പ്രൊഡ്യൂസസ് എ ഡയറക്റ്റ് സ്ട്രെസ്. ഓക്കെ, now this stress can further be classified into two types, that is one is tensile stress and the second one is compressive stress. പിടിച്ച് വലിക്കുകയാണെങ്കിൽ അത് ടെൻസൈൽ സ്ട്രെസ് ആണ് ഉണ്ടാവുക, പിടിച്ച് അമർത്തുകയാണെങ്കിൽ അവിടെ ഒരു കംപ്രസീവ് സ്ട്രെസ് ആണ് ഉണ്ടാവുക. ഓക്കെ, now when the force is acting parallel to the surface, when the force is acting parallel to the surface, that produces a shearing stress. Like അത് ഈ ഒരു ഫോഴ്സ് നമ്മൾ ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറയാം. that produces a shearing stress and the shearing action ആണ് ഉണ്ടാവുക, and that shearing stress is actually equal to shearing force by shearing area. Okay, now the second category is actually your indirect stresses. Okay, so indirect stresses ന് വരുന്നത് ഈ ഒരു കേസിലൊക്കെ ഡയറക്റ്റ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അതിനെ കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സസ് ആണ്. ഇൻഡയറക്റ്റ് സ്ട്രെസ്സസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് കൊടുക്കുന്നത് ഒരു ഡിഫറെന്റ് രീതിയിലായിരിക്കും, ആൻഡ് ദാറ്റ് പ്രൊഡ്യൂസസ്
indirectly a stress, and the different types of indirect stresses are: the first one is your bending stress. Okay, one is your bending stress. Second is actually your torsional shear stress. Shear stress, and again ഇതിൽ തന്നെ നമുക്ക് ഷിയറിംഗ് സ്ട്രെസ് കൂടെ ഉണ്ട്. ഓക്കെ, നമുക്കിതിനെ പ്രോപ്പർ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: സ്ട്രെസ് ഡെവലപ്ഡ് due to bending moment or torsion. Bending moment or torsion can be classified as indirect stresses. Okay, അതുകൊണ്ട് അതിലെ bending moment ആണെങ്കിൽ that produces bending stress, and if it is produced by torsion, that is called the torsional shear stress. Okay, ഇതൊക്കെ നമ്മൾ ഓരോന്നും ഓരോ മൊഡ്യൂളുകളിലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ബെൻഡിങ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ഒക്കെ നമുക്ക് വേറെ സെപ്പറേറ്റ് ഏരിയയിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനീഷ്യലി വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് യുവർ ഡയറക്ട് സ്ട്രെസ് തന്നെ ടെൻസൈൽ സ്ട്രെസ് ആൻഡ് കംപ്രസീവ് സ്ട്രെസ്, അതുപോലെ തന്നെ തെർമൽ സ്ട്രെസ് എന്നുള്ള ഏരിയ ആണ് നമ്മൾ ആദ്യത്തെ കേസുകളിൽ നോക്കുക. അതിനുശേഷം വിൽ ബി ഗോയിങ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ബെൻഡിങ് സ്ട്രെസ് ആൻഡ് ടോർഷണൽ ഷിയർ സ്ട്രെസ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ, റൈറ്റ്? Basic concept of stress. Now we'll move on to the basic introduction of strain. Okay. Strain. So what is strain? It is actually represented by epsilon. എന്താണ് strain? നിങ്ങൾ already പഠിച്ചിട്ടുണ്ടാകും, നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും strain. How can you define strain? What exactly is this strain? എന്താണ് strain? സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് വരെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഫിസിക്സിൽ, അല്ലേ? അപ്പൊ എന്താണ് സ്ട്രെയിൻ? വാട്ട് ഈസ് സ്ട്രെയിൻ? മറ്റേ ലെങ്ത് ചേഞ്ച് ചെയ്ത മറ്റേ നമ്മള് ഇക്വേഷൻ പഠിച്ചില്ലേ, ചേഞ്ചിങ് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അങ്ങനെയല്ലല്ലോ? യെസ്, എക്സാക്ട്ലി, കറക്റ്റ് ആണ്. നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ പറഞ്ഞോ, കറക്റ്റ് കാര്യമാണ്, അല്ലേ? പക്ഷെ നമുക്ക് അതിനെ ഒന്നുകൂടെ ജനറലൈസ് ചെയ്യാം. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്നുള്ളതാണ് നിവേദ് പറഞ്ഞത്, അല്ലെ? നവീദ് പറഞ്ഞത്, റൈറ്റ്? അപ്പോ ഇറ്റ് ഇസ് ആക്ച്വലി സ്ട്രെയിൻ ക്യാൻ ബി ഡിഫൈൻ, നമുക്ക് ഒന്നുകൂടെ ജനറലൈസ് ചെയ്ത് ഡിഫൈൻ ചെയ്യാം. സ്ട്രെയിൻ ഇസ് ആക്ച്വലി ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ. സോ നമ്മളിപ്പം ഒരു ബാറിന്റെ കേസിലൊക്കെയാണ് പറയുന്നതെങ്കിൽ നമുക്ക്, ഫോർ എക്സാമ്പിൾ, ഇഫ് യു കൺസിഡർ എ സിമ്പിൾ ബാർ, സർക്കുലർ ബാർ, വിച്ച് യു ആർ അപ്ലൈയിങ് എ ഫോഴ്സ് P, okay, and after the application of force P, and the length increase I, and if the increase in length is delta L, and if the original length is L, you can say that your strain for this particular condition is actually equal to delta L by L, which is actually change in length by original length, and that will give you the strain. Okay, now എന്തായിരിക്കും ഇതിന്റെ യൂണിറ്റ്? യൂണിറ്റ് ഓഫ് സ്ട്രെയിൻ it is unitless, കാരണം ഇതിന് രണ്ടിനും സെയിം യൂണിറ്റ് ആണ്. therefore it is unitless quantity. Okay, that's it. Okay, okay, so നമുക്ക് ഇന്നത്തെ ഇവിടെ മൈൻഡ് അപ്പ് ചെയ്യാം. സോ there is a different classification of strain ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് നോർമൽ സ്ട്രെയിനും ഷിയർ സ്ട്രെയിനുകളായിട്ട് നമുക്ക് ഇതിനെയും ക്ലാസിഫൈ ചെയ്യാം. അതിന്റെ ക്ലാസിഫിക്കേഷൻ ആൻഡ് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു വീഡിയോ ഷെയർ ചെയ്ത് തരാം. അത് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് കണ്ടു നോക്കാം, കണ്ടൊന്ന് ലെവലാക്കാം. അപ്പൊ നാളെ നമുക്ക് കുറച്ചുകൂടെ സ്പീഡപ്പ് ആയിട്ട് കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ അരമണിക്കൂർ ഉണ്ടാവുള്ളൂ, വാച്ച് ചെയ്യണം. ഓക്കെ, റൈറ്റ്. സോ ഇന്ന് നമുക്ക് അറ്റൻഡൻസ് എന്ന് പറയാം. അഭിനന്ദ് കെ,
Present, sir. Abhinand NP അല്ല. ആദർശ് പ്രേമൻ, Present, sir. ആകാശ്, Present, sir. അലൻ, Present, sir. അമർനാഥ്, Present, sir. ആനന്ദ് ബി വി, Present, sir. അർജുൻ, Present, sir. പ്രതീക്, Present, sir.